പ്രദീപ്, ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ മുരളി ഗോപിയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു അതൃപ്തി അദ്ദേഹത്തിന് ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മോഹൻലാലിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും മുരളി ഗോപി ഷെയർ ചെയ്യാത്തത്? പക്ഷെ ടീം ഈ ഘട്ടത്തിലും ഒറ്റക്കെട്ടായി നിൽക്കുന്നു, എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഉള്ളത് എന്നല്ല ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. പ്രദീപ്, കേൾക്കാമോ? സിനിമ വലിയ വിവാദമായതിന് പിന്നാലെയാണ് അതിന്റെ പ്രധാന നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. രാവിലെ അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് മാത്രമായി പ്രതികരിച്ചിരുന്നു. 2 മിനിറ്റോളമാണ് ഇതിൽ റീ എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത്. ആർക്കും വേദനയുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ റീ എഡിറ്റ് നടത്തിയത് എന്നായിരുന്നു അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. പിന്നീട് അല്പസമയം മുൻപ് അദ്ദേഹം സംസാരിച്ചത്, ഈ ചിത്രം എന്ന് പറയുന്നത് പൊതുവായ അല്ലെങ്കിൽ കൂട്ടായ ഒരു തീരുമാനമായിരുന്നു. മോഹൻലാലിന് ഉൾപ്പെടെ കഥയറിയാം, ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം കഥയറിയാം. ലാലിന് കഥയറിയില്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, മറ്റാരെങ്കിലും പറഞ്ഞതാവാം. മാത്രവുമല്ല, പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല, അത് ശരിയാണ്. കൂട്ടായ ഒരു യത്നമാണ് ഈ സിനിമയെന്ന് പറയുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം മോഹൻലാൽ പങ്കിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ മുരളി ഗോപി ഷെയർ ചെയ്തിരുന്നില്ല. ഇത് മുരളി ഗോപിക്ക് ഈ മോഹൻലാലിന്റെ ഖേദപ്രകടനം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എന്നുള്ള വ്യാഖ്യാനം വന്നിരുന്നു. എന്നാൽ അങ്ങനെയൊന്നുണ്ട് എന്ന് താൻ കരുതുന്നില്ല. മുരളി ഗോപി ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്നാണ് ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, എമ്പുരാൻ സിനിമയ്ക്ക് ഒരു 3ാം ഭാഗം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ആരുടെയും സമ്മർദ്ദത്തിനോ ഭീഷണിക്കോ വഴങ്ങിക്കൊണ്ടല്ല എമ്പുരാൻ റീ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. റീ എഡിറ്റ് ചെയ്ത പതിപ്പ് ഇന്ന് വൈകിട്ടോടെ തിയേറ്ററുകളിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് എന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ആരുടെയും ഭീഷണികൾ കേട്ടിട്ടില്ല, അതിന് വഴങ്ങിയതല്ല. മറിച്ച് ഈ സിനിമയിലെ ചില രംഗങ്ങൾ മൂലം ആർക്കെങ്കിലും സങ്കടമുണ്ടാകുന്നുവെങ്കിൽ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ റീ എഡിറ്റ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരെയും വേദനിപ്പിച്ചുകൊണ്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല തങ്ങൾ. ഇതേവരെ ചെയ്ത ചിത്രങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രം മൂലം ആർക്കെങ്കിലും അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിലേക്ക് മടങ്ങി വരാം. ബിജു പങ്കജ് തുടരുന്നുണ്ട്. ബിജു, ഈ മോഹൻലാൽ കഥ കേട്ടിട്ടില്ല അങ്ങനെയൊന്നൊക്കെ പറയുന്നത്, അതിലൊക്കെ ഒരു ക്ലാരിറ്റി ഇത്തവണ ആന്റണി പെരുമ്പാവൂർ വരുത്തുന്നുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഈ എഡിറ്റഡ് എമ്പുരാൻ എപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ബിജു പറഞ്ഞതുപോലെ ഇത് 5ാം ദിവസമാണ്. ഇനി എപ്പോഴായിരിക്കും, ഇന്ന് തിയേറ്ററിലേക്ക് എത്തുമോ? അതുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമ്പാവൂർ പറയുന്ന കാര്യം എന്താണ്? ഇനി എന്തൊക്കെ നടപടി ക്രമങ്ങളാണ് അതിൽ പൂർത്തിയാക്കാനുള്ളത്? ആര്യ, 2 കാര്യങ്ങളുള്ളൂ. ഒന്ന് നിർമ്മാതാവ് പറയുന്നതും പിന്നെ സെൻസർ ബോർഡ് വൃത്തങ്ങൾ പറയുന്നത് സംബന്ധിച്ചിട്ടാണ്. ഇതിൽ ഏതാണ്ട് 2 മിനിറ്റ്, നമ്മൾ ആന്റണി പെരുമ്പാവൂർ കൃത്യമായി പറയുന്നത് 2 മിനിറ്റാണ് എഡിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം, ഇതിലെ വയലൻസ്, തുടക്കത്തിലുള്ള വയലൻസിൻ്റെ തീവ്രത കുറയ്ക്കുന്നു. പിന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രംഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്നു. മറ്റൊന്ന്, ഇതിലെ പ്രധാന ചർച്ചാ വിഷയമായി വരുന്നത് ബജറംഗി എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രമാണ്. ഈ ബജറംഗിയുടെ പേര് മാറ്റുന്നുണ്ട്. ബജറംഗിയുടെ പേര് ആ സിനിമ കണ്ടവർക്കറിയാം. അയാളുടെ പേര് ബജറംഗി എന്ന് പറയുന്ന ആ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബജറംഗി എന്ന് പറയുന്ന ആളുടെ പേര് എഡിറ്റ് ചെയ്ത് മാറ്റണമെങ്കിൽ അത് റീ എഡിറ്റ് ചെയ്യണം. അതിൻ്റെ ശബ്ദം മാറ്റി അത് തിരിച്ചറിയാത്ത വിധത്തിൽ വേറൊരു പേരിലേക്ക് മാറ്റണമെങ്കിൽ അത് റീ എഡിറ്റ് ചെയ്യേണ്ടി വരും, വോയിസ് ഓവർ കൊടുക്കേണ്ടത്. അങ്ങനെ അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ് പൂർത്തിയായി വരികയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ തന്നെ പറയുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി എത്തും, സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, വൈകിട്ടോടുകൂടി എത്തുമെന്നാണ് പറയുന്നത്. രാവിലെ തിയേറ്റർ വൃത്തങ്ങളും ഒക്കെ പറയുന്ന അവർക്കത് സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വൈകിട്ടോ നാളെയോ ആയിട്ട് പുതിയ റീ എഡിറ്റ് പ്രിൻ്റ് വരും. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്നാണ് നിർമ്മാതാക്കളും അറിയിച്ചത്. അതുപോലെ തന്നെ സെൻസർ ബോർഡ് വൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞത് ഏതാണ്ട് വയലൻസും അതുപോലെ തന്നെ ഈ കോൺട്രവേഴ്സ്യൽ ഭാഗങ്ങൾ, പിന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കാര്യം പറയുന്നിടത്ത് അതും റീ എഡിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ നാളെയോ പുതിയ പതിപ്പ് തിയേറ്ററുകളിലെത്തും. ശരി, ബിജു പങ്കജും പ്രദീപ് ജോസഫുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റീ എഡിറ്റഡ് വേർഷൻ ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ നാളെയോടുകൂടി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. വെറും 2 മിനിറ്റ് മാത്രമാണ്, 2 മണിക്കൂർ 59 മിനിറ്റാണ് ആ സിനിമയുടെ ദൈർഘ്യം. അതിൽ 2 മിനിറ്റ് മാത്രമാണ് ഇപ്പോൾ വെട്ടിമാറ്റുന്നത്. അത് തുടക്കത്തിലുള്ള ഒരു ഗർഭിണിയായ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്, ആ ഭാഗമായിരിക്കും വെട്ടി നീക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വില്ലന്റെ പേര് ബജ്രംഗി എന്ന് കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ മ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടെ നേരത്തെ ബിജു പങ്കജ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മറ്റൊരു പേര് കൊടുത്ത് അവിടെ റീ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഒരു ഭാഗത്ത് ദേശീയ അന്വേഷണ ഏജൻസി NIA യുടെ ലോഗോ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൽ ആ ഭാഗവും എടുത്തു മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്.